ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇന്ന് ഒരു പാവയ്ക്ക മെഴുക്കുവരട്ടിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മെഴുക്കുവരട്ടിക്ക് അരിയാൻ പറ്റുന്ന രീതിയിൽ ഞാൻ പാവയ്ക്ക അരിഞ്ഞെടുക്കുകയാണ്, രണ്ടായിട്ട് കീറി. ശേഷം ഞാൻ ഒരു പാൻ ചൂടാക്കാൻ വെച്ചു. കുറച്ച് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു സവാളയാണ്, ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് എണ്ണയ്ക്കകത്തിട്ട് വഴറ്റിയെടുക്കാൻ പോവുകയാണ്. ആദ്യം കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ഉപ്പ് ആഡ് ചെയ്താൽ മതി, കാര്യം നമ്മൾ അവസാനം വീണ്ടും പാവയ്ക്കയ്ക്ക് ഇടുന്നുണ്ട്, അപ്പം കുറച്ചിട്ടാൽ മതി. എന്നിട്ട് ഞാനൊരു 3 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവ് വേണ്ടതനുസരിച്ച് പച്ചമുളക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ ഇടുന്നത്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്, നന്നായിട്ട് വഴറ്റി എടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വേറെ പൊടികളൊന്നും ഇവിടെ ചേർക്കുന്നില്ല. എന്നിട്ട് നമ്മളൊരു കുറച്ച് നാരങ്ങാനീര് പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട്. പാവയ്ക്കയുടെ ആ ഒരു കയ്പ്പൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാരങ്ങാനീര് പിഴിഞ്ഞ് ഒഴിക്കുന്നത്. നന്നായിട്ട് ഇളക്കി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു പാവയ്ക്കയാണ് എടുത്തിട്ടുള്ളത്. ആവശ്യാനുസരണം പാവയ്ക്ക ഇട്ട് നമുക്ക് വഴറ്റിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ കുറച്ച് സവാള വഴറ്റാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തായിരുന്നു. അപ്പം അത് നോക്കിക്കൊണ്ട് ബാക്കി ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി നമുക്കൊന്ന് മൂടി വെച്ച് മെഴുക്കുവരട്ടി ആക്കിയെടുക്കാം. ഇടയ്ക്ക് അതൊന്ന് തുറന്ന് കൊടുത്ത് ഇളക്കി കൊടുക്കാം. പിന്നെ ഇവിടെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, പാവയ്ക്കയുടെ തന്നെ വെള്ളം ഇതിൽ ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് വീണ്ടും നമ്മൾ എക്സ്ട്രാ ആയിട്ട് വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇടയ്ക്ക് മൂടി വെച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ചിലർക്ക് നല്ല രീതിയിൽ വഴറ്റി നല്ല മൂത്ത് കിട്ടുന്നതാണ് ഇഷ്ടം. ശേഷം അവസാനം കുറച്ച് ബാക്കി വന്ന കുറച്ച് നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നതാണ്. നല്ല കയ്പ്പുള്ള പാവയ്ക്കയായിരുന്നു. നിങ്ങൾ ആ പാവയ്ക്കയുടെ കയ്പ്പിനനുസരിച്ച് വേണമെന്നുണ്ടെങ്കിൽ മാത്രം രണ്ടാമത് നാരങ്ങ നീര് എടുത്തൊഴിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ പാവയ്ക്ക മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. അടുത്തൊരു റെസിപ്പിയുമായിട്ട് ഞാൻ ഉടനെ വരാം.